നമസ്കാരം. വിവർത്തനത്തെ മുൻനിർത്തിയിട്ടുള്ള ആലോചനകൾ പലപ്പോഴും യാഥാസ്ഥിതിക വിവർത്തന പഠനത്തിൻ്റെ പരിസരം തന്നെയും വിവർത്തനം എത്രത്തോളം സംവേദനക്ഷമമാണ്, വിവർത്തനം എത്രത്തോളം മൂലപാഠത്തിനോട്, അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിനോട് അടുത്ത് നിൽക്കുന്നു, അത് എത്രത്തോളം അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ കാവ്യാത്മകതയും സൗന്ദര്യ അനുഭൂതിയും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും അതിൻ്റെ ഈ യാഥാസ്ഥിതിക വിവർത്തന പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കേന്ദ്ര പോയിന്റുകൾ എന്ന് പറയുന്നത്. 1950കളുടെ അവസാനത്തോടെ അല്ലെങ്കിൽ അതിനുശേഷം സംസ്കാര പഠനം സജീവമാവുമ്പോൾ വിവർത്തനത്തിനെ നോക്കുന്ന രീതിയും വിവർത്തനത്തിനെ കേവലം പാഠകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇന്റർലിംഗ്വൽ ട്രാൻസാക്ഷൻ എന്നതിലുപരി രണ്ട് സംസ്കാരങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ രണ്ട് ഭാഷകൾക്കിടയിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകളായിട്ട് അതിനെ നിജപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് പരിഗണിക്കപ്പെടാൻ തുടങ്ങി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ വിവർത്തന പഠനം ഈ പാഠത്തിനുള്ളിലെ അധികാരത്തിനെ പറ്റി, അതിൽ പ്രയോഗിക്കപ്പെടുന്ന അധികാരത്തിനെ പറ്റിയിട്ടും അതിനുള്ളിലെ കൊളോണിയൽ ആയിട്ടുള്ള ഭാവനകളെ പറ്റിയിട്ടും ഒക്കെ ആലോചന വിധേയമാകുന്നത് സാംസ്കാരിക വഴിത്തിരിവ് അല്ലെങ്കിൽ കൾച്ചറൽ ടേൺ എന്നറിയപ്പെടുന്ന വിവർത്തന പഠനത്തിലെ ഈ ഒരു സവിശേഷ സന്ദർഭത്തിലാണ്. കോളനിയാനന്തര വിവർത്തന പഠനങ്ങൾ സജീവമാകുന്നതോട് കൂടിയിട്ട് വിവർത്തനങ്ങൾ എത്തരത്തിലാണ് കൊളോണിയൽ ആയിട്ടുള്ള അധികാര പ്രയോഗങ്ങളുടെയും അതുപോലെ അതിനോടുള്ള പ്രതിരോധത്തിന്റെ സ്ഥാനമായി മാറുന്നത് എന്ന് കണ്ടെത്തപ്പെടുന്നുണ്ട്. തേജസ്വിനി നിരഞ്ജനെ പോലുള്ള പോസ്റ്റ് കൊളോണിയൽ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് സ്കോളേഴ്സ് ഒക്കെ തന്നെയും എങ്ങനെയാണ് അസമമായിട്ടുള്ള അല്ലെങ്കിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെയും ഭാഷാ ബന്ധങ്ങളുടെയും ഒക്കെ ഒരു സ്ഥാനമായിട്ട്, ഒരു സൈറ്റായിട്ട് ട്രാൻസ്ലേഷൻ മാറുന്നു എന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിവർത്തനം കേവലം ഒരു ഭാഷാ പ്രക്രിയയല്ല, മറിച്ച് അതൊരു പുനരെഴുത്ത്, ഒരു റീറൈറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ പുതിയ എഴുത്ത്, ഒരു ന്യൂ റൈറ്റിംഗുമായിട്ട് കണ്ടെടുക്കപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു അധികാര പ്രയോഗത്തിന്റെ മേഖലയും പ്രതിരോധത്തിന്റെ മേഖലയും ഒക്കെയായി വിവർത്തനം മാറുമ്പോൾ വിവർത്തനത്തിനും അതുപോലെ വിവർത്തകയ്ക്കും ഉള്ള ഏജൻസി സുപ്രധാനമാകുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴാണ് വിവർത്തനം എന്നത് ഇത്തരത്തിൽ ഒരു കേവല പ്രക്രിയ അല്ല എന്നും അതിനുള്ളിൽ വിവർത്തനം ഏത് കൃതി വിവർത്തനം ചെയ്യണം എന്നുള്ള തിരഞ്ഞെടുപ്പിന് പിന്നിൽ അല്ലെങ്കിൽ വിവർത്തകയുടെ സൗന്ദര്യാത്മക താല്പര്യങ്ങൾക്ക് പിന്നിൽ, പദ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിൽ, അതിനുള്ളിൽ എഡിറ്റർമാർ നടത്തുന്ന ഇടപെടലുകൾ, പിന്നീട് അതിന് ലഭിക്കുന്ന വിവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത, ദൃശ്യത എന്നിങ്ങനെ ഒരു വിപുലമായ ട്രാൻസ്ലേറ്റിംഗ് പബ്ലിഷിംഗ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് വിവർത്തനത്തെ മനസ്സിലാക്കുന്നതും ആ മനസ്സിലാക്കുന്ന സന്ധിയിലാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ള ഷെരീഫ് മാഷിനോടാണ്. 2000-ലാണ് മാഷ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഒരു പ്രബന്ധം സമർപ്പിക്കുന്നത്. അതില് അന്ന് സാഹിത്യ ഗവേഷണ മേഖലയിൽ തന്നെ ഇത്രത്തോളം സുപ്രധാനമായിട്ടല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു മേഖല തന്നെ ആയിരുന്നു വിവർത്തന പഠനമെന്ന് തോന്നുന്നു. മാഷിന്റെ പ്രബന്ധത്തിൽ ഒരു ഭാഗം തന്നെ വിവർത്തന പഠന സിദ്ധാന്തങ്ങളെ സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്നുണ്ട്. പ്രബന്ധം സമർപ്പിച്ചതിന് ശേഷമുള്ള ഒരു കാലനൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വിവർത്തന പഠന സിദ്ധാന്തങ്ങളിൽ, സമീപനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തിന്, പരിണാമങ്ങളെ മാഷ് എങ്ങനെ അടയാളപ്പെടുത്തുന്നു? ഞാൻ പ്രബന്ധം സമർപ്പിക്കുന്ന കാലത്ത് പല കൃതികളും തന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പം അന്ന് ഡിജിറ്റൽ കാലത്തിന് മുമ്പാണ്. അപ്പം അത് സമർപ്പിച്ചതിന് ശേഷമാണ് അതിന് മുമ്പ് ഇറങ്ങിയ ചില കൃതികൾ പോലും എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ 25 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങളാണ് വിവർത്തന പഠനത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത് ഈ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിൻ തന്നെ, ആ ഒരു പഠന മേഖല തന്നെ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പഠന മേഖല വേണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കാരണം അന്ന് 2000-ൽ ഞാനത് സമർപ്പിച്ച സമയത്ത് ആ ചർച്ച തുടങ്ങുന്നത്
പക്ഷെ ഒരു 2004, 2006 ആയപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന ഡിസിപ്ലിൻ, ഇത് സത്യം പറഞ്ഞാൽ 1983 സ്വന്തമായിട്ട് ഒരു പഠന മേഖലയായി മാറിയത്. അതിനു മുമ്പ് ഭാഷാശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു, ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗം. നിങ്ങൾ പഴയ ലൈബ്രറികളിൽ പോയി നോക്കിയാൽ കാണാം 410 വിവർത്തനത്തെ പറ്റിയുള്ള പുസ്തകങ്ങളുടെ നമ്പർ. അത് മാറിയിട്ട് അത് സ്വന്തം മേഖലയാവുന്നത് 83. ബിബ്ലിയോഗ്രഫിയിൽ നാഷണൽ ഇവരുടെ പിന്നെ നമ്മുടെ റിസർച്ചേഴ്സിന് ഗൈഡ് ലൈൻസ് ഇറക്കിയില്ലേ, MLA, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷന്റെ വെബ്സൈറ്റിലൊക്കെ തന്നെ ഇതിനൊരു പ്രത്യേക എൻട്രി കിട്ടുന്ന 83. അപ്പൊ സത്യം പറഞ്ഞാൽ അത്രയും കുറഞ്ഞ പ്രായം അതിനുള്ളൂ ആ ഡിസിപ്ലിനുള്ള. അതിന് മുമ്പാണ് മറ്റേ ഇയാളുടെ ജെയിംസ് എസ് ഹോമിന്റെ ലേഖനമൊക്കെ വരുന്നത്, ട്രാൻസ്ലേഷൻ നെയിം ആൻഡ് നേച്ചർ ഓഫ് ട്രാൻസ്ലേഷൻ സ്റ്റഡി. ഇതൊക്കെ കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. പക്ഷേ ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് തന്നെ അതിന്റെ ആ ഡിസിപ്ലിനാരിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതായത് അങ്ങനെ ഒന്ന് മറ്റൊന്നാവുന്ന ഒരു പ്രക്രിയ, അതായത് 1 to 1 ബൈനറിയിൽ ഈ വിവർത്തന പഠനത്തെ തളച്ചിടാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് അപ്പോഴാണ്. 2006 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. 2 പുസ്തകവും ഒരു ലേഖനം വരുന്നത്. ഒന്ന് ലിൻഡ ഹച്ചിന്റെ അഡാപ്റ്റേഷൻ, തിയറി ഓഫ് അഡാപ്റ്റേഷൻ, പിന്നെ ജൂലി സാൻഡേഴ്സിന്റെ അഡാപ്റ്റേഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ. ഇത് രണ്ടും ഇറങ്ങുന്നത് 2006. ജോൺ മിൽട്ടന്റെ, പഴയ കവിയല്ല, വേറൊരു ജോൺ മിൽട്ടന്റെ ലേഖനം ഇറങ്ങുന്നുണ്ട്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആൻഡ് അഡാപ്റ്റേഷൻ സ്റ്റഡീസ്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒന്ന് മറ്റൊന്നാവുന്നതിലേക്ക് വിവർത്തന പഠനങ്ങൾ ചുരുങ്ങിപ്പോയാൽ അത് അവിടെ കിടക്കുകയുള്ളൂ. പകരം ഒരു ടെക്സ്റ്റ് ഒന്നല്ല പലതാവാം, അതെ, അല്ലെങ്കിൽ പല ടെക്സ്റ്റ് ഒന്നാവാം. ഇത്തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ. പിന്നെ അതിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് നിൽക്കുന്ന ഈ പുനർരചന, റീറൈറ്റിംഗ്. അപ്പൊ ഏത് ടെക്സ്റ്റിനെയും ഏത് തരത്തിലും പുനർരചിക്കാമെന്ന്. കാരണം ഒരുപാട് കാലം വിവർത്തനത്തിൽ പച്ച പിടിച്ചു നിന്ന ഒരു സങ്കല്പനം വിശ്വസ്തമായിരിക്കണം. മലയാളത്തിൽ ഇഷ്ടംപോലെ ലേഖനങ്ങൾ ഇറങ്ങി. അപ്പൊ ഇതങ്ങ് ഈ ഒരു അടിത്തറ അങ്ങ് തകർന്നു പോവുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. പിന്നെ അതിനെ തുടർന്ന് മറ്റു പലതും. ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച പുസ്തകം 2021 കാമില എലിയറ്റ് എന്ന് പറഞ്ഞ ഒരു, ഇപ്പൊ വിവർത്തന പഠനമല്ല, ഇപ്പൊ അനുവർത്തന പഠനങ്ങളാണ്, അഡാപ്റ്റേഷൻ സ്റ്റഡീസ് ആണ്. ഒരു പല തരത്തിലും ട്രാൻസ്ലേഷൻ സ്റ്റഡീസിനെ അത് മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പൊ കാമില എലിയറ്റ് ഈ ഇത്തരത്തിലുള്ള അനുവർത്തനങ്ങളുടെ ഒരു വലിയ ചരിത്രം എഴുതാൻ പറ്റുമെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വിവർത്തനങ്ങൾ മാത്രമല്ല, അനുവർത്തനങ്ങളെയും അതിൽ പെടുത്തിയിട്ട് ഒരു ബൃഹത്തായ മേഖലയാക്കി മാറ്റി. അതാണ് അതിന്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം പെടും, എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും പെടും. സാഹിത്യത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ലത്. സംഗീതത്തില്, ചിത്രകലയില്, ഇപ്പോ ഇയാളുടെ പിക്കാസോയുടെ ഗുർണിക്ക എന്നുള്ള ചിത്രം ഉണ്ടാവും, അതിനെ തുടർന്നുണ്ടായ കവിത ഗുർണിക്കയെ പറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കവി എഴുതിയിട്ടുണ്ട്, വൃന്ദ കരണ്ടിക്കർ എന്ന് പറഞ്ഞ മറാഠി കവി എഴുതിയിട്ടുണ്ട്. ആ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. അത് ഒരു അഡാപ്റ്റേഷനാണ്. അതുപോലെ സംഗീതത്തിൽ നിരവധി രചനകൾ വന്നിട്ടുണ്ട്, ഒരു സാഹിത്യ കൃതിയൊക്കെ. നമ്മുടെ സംഗീത പദ്ധതി തന്നെ എടുക്കുക, ഹിന്ദുസ്ഥാനി, കർണാടക സംഗീതമൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിന് മുൻനിർത്തി ഉണ്ടാക്കുന്നതാണ്. ചിലത് പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വൃന്ദാവനി സാര എന്നുള്ള ഒരു രാഗം, ഇവിടെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി മഴ അതിനെപ്പറ്റി പ്രബന്ധം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വിവർത്തന പഠനങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. പഴയ പരികല്പനകളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ 25 വർഷം കൊണ്ടായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല സങ്കല്പനങ്ങൾ. ഒരുപാട് പുസ്തകങ്ങളാണ്. റേച്ചൽ കാരർ എന്ന് പറഞ്ഞ ഒരു 2009 തന്നെ ഇറങ്ങിയ പുസ്തകമാണ്. അതായത് ഫിഡലിറ്റി ഡിസ്കോഴ്സ്, അതായത് വിശ്വസ്തത വ്യവഹാരത്തിന്റെ കടക്ക് കത്തി വെച്ചുകൊണ്ടാണ് അവർ ആ ലേഖനം എഴുതിയത്. പ്രത്യേകിച്ച് സിനിമയെ പോലുള്ള കലാരൂപങ്ങളെ പിടിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വിവർത്തന പഠനം മാറിപ്പോയ ഒരു കാൽ നൂറ്റാണ്ടാണ് ഇപ്പം കഴിഞ്ഞത്. നന്ദി മാഷേ. വിവർത്തനം ഒരു മെറ്റഫറിക്കലായിട്ടുള്ള ഒരു ക്രിയയായിട്ടും കൂടെ മനസ്സിലാക്കപ്പെടട്ടെ എന്ന് ലഫർ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിന് അത്തരത്തിൽ മാറുമ്പോൾ വിവർത്തനത്തിൽ ഈ ഇൻഹറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംബഡഡ് ആയിട്ടുള്ള അധികാര രൂപങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അടുത്തത് ജോസഫ് മാഷിനോടാണ്. പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ഭാഷാദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു പോസ്റ്റ് കൊളോണിയൽ രാജ്യത്ത്
ഒരു പൊതുഭാഷ അല്ലെങ്കിൽ ലിംഗ്വ ഫ്രാങ്ക എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് മാറുന്നത്. ഇംഗ്ലീഷിലേക്ക് പ്രാദേശിക ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള കൃതികൾ പിന്നീട് വെസ്റ്റേൺ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള അക്കാദമിക കേന്ദ്രങ്ങളിൽ പഠന വിഷയമാവുകയും അവിടെ നിന്ന് തിയറൈസ് ചെയ്യപ്പെടുകയും അവ പോസ്റ്റ് കൊളോണിയൽ തിയറികളായിട്ട് കോളനിയാന്തര രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ അക്കാദമിക വ്യവഹാരങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള സ്പെസിമെനുകളായി ഇന്ത്യൻ വിവർത്തനങ്ങൾ പരിണമിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാഴ്ചയാണെന്ന് തോന്നുന്നു. അത് അതിനുള്ളിലെ തന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ കോൺട്രഡിക്ഷൻ ആണ് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കൊളോണിയാലിറ്റി പരിമിതമല്ലേ? നമ്മുടെ വിഷയം വിവർത്തനവും പോസ്റ്റ് കൊളോണിയൽ ട്രാൻസ്ലേഷൻസ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പേര് പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ, കേരള ആൻഡ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഭാഷകളുടെ GN ദേവി ഉൾപ്പെടെ ഒരു ടീമായിരുന്നു ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ലിംഗ്വിസ്റ്റ് പട്നായിക് സാർ എന്ന് പറയുന്ന BN പട്നായിക്, ഒറീസക്കാരനായ ഒരു മനുഷ്യൻ, വളരെ പ്രായം ചെയ്യുന്ന 10-90 വയസ്സ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ ട്രാൻസ്ലേഷൻ ഞാനൊരു 10-12 വർഷം മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ആപ്പാട് ഒറ്റ ഭാഷയുള്ളൂ, ഇന്ത്യയിൽ ഒറ്റ ഭാഷ. ഞാൻ ആപ്പാടെ ഞെട്ടിപ്പോയി. 1500-ലധികം ഭാഷകളുണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന, അല്ലെ പാർലമെന്റിൽ കണക്ക് വരുന്നത്, ഞങ്ങളുടെ സർവേ പ്രകാരം പോലും 800-ലധികം ഭാഷകളുണ്ട് ഇന്ത്യയിൽ. 22 ഭാഷകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം വരുമ്പോൾ സാറ് പറയുന്ന ഒറ്റ ഭാഷ. അപ്പൊ ഞാൻ വിവർത്തനമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, നിങ്ങൾ നിൽക്കുന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ 1 കിലോമീറ്റർ പരിധി എടുക്കുക, അതിനപ്പുറത്ത് 1 കിലോമീറ്റർ ആൾക്കാർ 6 വശങ്ങളിൽ നിങ്ങൾ എടുക്കുക, അല്ലെ 8 വശങ്ങളിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോടെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പുറത്തെ കോളത്തിൽ പോയി നിൽക്കുക, അവർക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്ത്യ മൊത്തം നമ്മളൊരു ഗ്രിഡ് എടുക്കുകയാണ്, 1 കിലോമീറ്റർ ആയിട്ടുള്ള ഗ്രിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് 1 കിലോമീറ്റർ നിൽക്കുന്ന ആൾക്കാർക്കും അതിനപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ ഇവിടെ നിൽക്കുന്ന, കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു 500 കിലോമീറ്റർ ജമ്പ് ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ പതിയെ പോയാൽ മതി. നമ്മൾ സംവേദന ചെയ്യുന്നത് അതുപോലെയാണ്. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ്, ഇന്ത്യയിൽ ഒരു ഭാഷ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ കടന്നു വന്ന ബംഗ്ലാദേശിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചൈനയിലേക്ക് കടന്നു ചെന്നാലും അങ്ങനെ തന്നെയാണ്. ലോകത്തിനകപ്പാടെ ഒറ്റ ഭാഷ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇനി പോസ്റ്റ് കൊളോണിയലിറ്റി എന്ന് പറയുന്ന കൊളോണിയാനന്തര എന്നൊക്കെ നമുക്ക് പറയാം. പോസ്റ്റ് കൊളോണിയൽ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു അധികാര ഘടന കടന്നു വരുന്നുണ്ട്. കൊളോണിയൽ ഭരണം നമ്മളുടെ കുറെ കാര്യങ്ങൾ നിർണയിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നിർവചിച്ചിട്ട് പോയി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയാലിറ്റി പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു നാരായണത്തെ പ്രാന്തം പറയുന്ന പോലെ നമ്മൾ ഒരു കാലിലെ മന്ത്രത്ത് മറ്റേ കാലിൽ വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ. പുതിയ അധികാര ഘടനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയ കൊളോണിയൽ അവസ്ഥയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആ കൊളോണിയൽ ഭരണത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നാട്ടുകാരാണ്. അവർ വിചാരിച്ചത് ചെയ്തത് ശരിയാണെന്നാണ്. ഇതേപോലെ ഇന്നും നമ്മൾക്ക് സംഭവിക്കുന്നത്, നമ്മൾ ചില കൊളോണിയൽ ഭരണങ്ങൾക്ക് ഒരു നിയോ കൊളോണിയലിസത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കറണ്ട് നടക്കുന്ന ഡിബേറ്റ്, ഫോർ എക്സാമ്പിൾ, നമ്മുടെ അമേരിക്കയുടെ ടാക്സ് ഇത്ര കുറച്ച് കിട്ടി, ഇതിനെക്കുറിച്ച് നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ അതിനുവേണ്ടി അധികാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ലേഷൻസ്. ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭാഷാപരമായ കാര്യം മാത്രമല്ല, ഇതൊരു സംസ്കാരത്തിന്റെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം കൂടിയായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടി വരും. അപ്പം ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ ബോർഡർ. ഇതാണ് ബേസിക്കലി ഒരു ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നതാണ്. ഈ ബോർഡറിൽ നിന്ന് ആ ബോർഡറിലേക്ക് പോകുക. പക്ഷെ ഈ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ഒരു ബോർഡർ മാത്രമേ. ഉദാഹരണത്തിന് കേരളം ഒരു 75 വർഷം മുമ്പ് ഇത് എനിക്ക് തോന്നുന്നത് സാമൂതിരിയുടെ ഭരണ സ്ഥലമാണ്.
ഞാൻ തിരുവിതാംകൂറുകാരനാണ്, ഇടയ്ക്ക് കൊച്ചി ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇത് ബ്രിട്ടീഷിന്റെ ഭാഗമായിരുന്നു, അത് സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഇന്നത്തെ അന്ന് തിരുവിതാംകൂർ ഇവിടെ വന്ന് ഭരിക്കുകയാണെങ്കിൽ അത് ഒരു കൊളോണിയൽ വൽക്കരണമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു മലബാർ കുടിയേറ്റം നടക്കുന്നതിനെ നമ്മൾ അങ്ങനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു കൃതി മാറുമ്പോൾ, അല്ലെങ്കിൽ ശരി സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് ഒരു ആശയം മാറുമ്പോൾ ആ മാറ്റുന്ന ആൾക്കാർക്കും ആ മാറുന്നതിനെ സ്വീകരിക്കുന്ന ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള അധികാരത്തെ പറ്റിയുള്ള ധാരണകളുണ്ട്. ഈ ധാരണകൾ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ആ കൊളോണിയൽ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറും. അതാണ് ഈ പോസ്റ്റ് കൊളോണിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഇന്ന് നടക്കുന്നത് ആ കോൺഷ്യസ് റെസിസ്റ്റൻസ് മാത്രമല്ല, ഇന്ന് നടക്കുന്നത് ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മറ്റൊരു പാസീവ് അണ്ടർസ്റ്റാൻഡിങ് മോഡാണ്. ഇന്ന് അങ്ങനല്ല, ഇന്നൊരു ആക്റ്റീവ് മോഡിലാണ്, ഡീകോളനൈസിങ് മോഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആഫ്രിക്കക്കാരെ ഒരുപക്ഷെ നേരത്തെ ചെയ്തൊരു കാര്യമാണ്. ഗൂഗിളുടെ എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവർ ആ ഭാഷയെ ട്വിസ്റ്റ് ചെയ്ത് അവരുടെ ആഫ്രിക്കൻ ഭാഷയിലേക്ക് അത് മാറ്റിയിട്ടാണ് കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇതേപോലെ ഇന്ന് നടക്കുന്ന ഒരു ശ്രീ സാർ നേരത്തെ പറഞ്ഞ വിശ്വസ്തത, ആ പാരാമീറ്റർ മാറ്റിവെച്ചിട്ട് നമ്മൾ വേറൊരു രീതിയിൽ അത് അവതരിപ്പിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് ഇന്നലെ നടക്കുന്നതല്ല, നേരത്തെ തന്നെ ചെയ്തതാണ്. ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന് പറയുന്ന ഒരു വർക്ക്, മിക്കവാറും എല്ലാവർക്കും പരിചയമുള്ളൊരു വർക്കാണ്. ഈ വർക്ക് ഈ കോഴിക്കോടുകാരനെ ഒരു മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയാം. അതിന്റെ പേര് അബ്ദുള്ള എന്നാണ്. പട്ടത്തിൽ രാധാകൃഷ്ണ മേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അബ്ദുള്ള എന്ന പേരിലാണ്. അതൊരു വേറൊരു പരിസ്ഥിതിയിൽ അല്ലെ പരിതസ്ഥിതിയിൽ എടുത്തു വെക്കപ്പെടുന്ന ഒരു കൃതിയാണ്. അന്ന് ഇവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇദ്ദേഹം എഴുതിയത്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു നായർ തറവാട്ടിലെ ഒരു സ്ത്രീയുമായി പ്രണയത്തിലാകുന്നു. അതിന്റെ പിന്നുള്ളൊരു കഥയാണ് അത് വരുന്നത്. ഇത് വർഷങ്ങൾക്ക് ശേഷം റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഒരു യഹൂദ പെൺകുട്ടിയും ഒരു ഫലസ്തീനി യുവാവും തമ്മിലുള്ള പ്രണയത്തിന്റെ പേരിൽ വലിയ കോലാഹലങ്ങളൊക്കെ പിന്നീട് സൃഷ്ടിച്ച ആ വിവർത്തനം വന്നതിന്റെ പേരിൽ. പക്ഷേ ഇവിടെ ആരും അത് അറിഞ്ഞു പോലും ഇല്ലെന്നുള്ളത്. കാരണം നമ്മളത് അംഗീകരിച്ചു. ഈ വ്യവസ്ഥ നമ്മുടെ ഇവിടെ ഉള്ളതാണ്, അവിടെ അത് ഇല്ലാത്തവരാണ്. നമ്മൾ ഈ പാസീവ് മോഡിൽ നിന്ന് ആക്റ്റീവ് മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ അന്നേരം ഉണ്ടാകുന്ന അനുവർത്തനങ്ങൾ. നമ്മുടെ ഒരു മലയാള ഭാഷ, ഇപ്പൊ നിങ്ങൾ മിക്കവാറും മലയാള ഭാഷയിലെ ആൾക്കാരാണ്. മലയാള ഭാഷയിലെ ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്കിന്റെ പര്യായ പദങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പര്യായങ്ങൾ നമുക്ക് കിട്ടും. ഈ പര്യായങ്ങളൊന്നും മിക്കവാറും തന്നെ ഒന്നും ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാം തന്നെ ഒരേ അർത്ഥമാണ് പറയുന്നത്. തർജ്ജമ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് പേർഷ്യൻ റൂട്ടിൽ നിന്നാണ് വരുന്നത്, അല്ലെ അറബിക് റൂട്ടിൽ നിന്നാണ്, സെമിറ്റിക് റൂട്ടിൽ നിന്നാണ്. വിവർത്തനം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണ്. മൊഴിമാറ്റം എന്ന് പറയുന്നത് തമിഴ് റൂട്ടിൽ നിന്നാണ്. നമുക്ക് വരുന്ന ഈ മലയാള ഭാഷ ഉണ്ടായ, മലയാള ഭാഷയ്ക്ക് കാരണമായ ഭാഷകളെല്ലാം തന്നെ ഈ വാക്കിന് നമ്മളിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾക്ക് അർത്ഥഭേദങ്ങൾ കൊടുക്കേണ്ടത് നമ്മളാണ്, പക്ഷെ നമ്മളത് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ വാക്കുകൾ നമ്മളെ കോളനൈസ് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. ഈ നമ്മുടെ മലയാള ഭാഷ തന്നെ മറ്റൊരു ഭാഷയുടെ കോളനിയാണോ? ഇത് തമിഴിന്റെ ആണോ മലയാളത്തിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ പറയും ഇംഗ്ലീഷിൻ്റെ ആണെന്ന് പറയും. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കൂടുതലും ഇംഗ്ലീഷ് വാക്കുകൾ, നൗൺസ്, കണ്ടന്റ് വേർഡ്സ് ആയിട്ട് വരുന്ന വാക്കുകൾ മിക്കവരെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ്. ഞാൻ ബസ്സിൽ കയറി, ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറി, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ഓട്ടോ പിടിച്ച് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇംഗ്ലീഷായിട്ട് നമ്മൾ കണക്കാക്കുന്ന പോലും. ഇതൊരു തരം നമ്മുടെ മനസ്സിനെ കോളനൈസ് ചെയ്തതാണോ അതോ ഭാഷയുടെ വലിപ്പമാണോ? എവിടെയാണ് ഞാൻ എൻ്റെ ബൗണ്ടറി വരയ്ക്കുന്നത്?
ഈ ബൗണ്ടറി ഉണ്ടോ? ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നത് പട്നായിക് സാർ പറഞ്ഞ പോലെ ഒറ്റ ഭാഷയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അതേസമയം ഇന്ന് ഒരുപാട് ഭാഷകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ആ ബൗണ്ടറി വരയ്ക്കുക? എങ്ങനെയാണ് ബംഗാളി സംസാരിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് നിൽക്കുന്നത്? ഒരേ ഭാഷ സംസാരിക്കുന്ന രണ്ടാൾക്കാർ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നിൽക്കുമ്പോൾ എഴുത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് രണ്ട് ഭാഷയാണ്. എവിടെയാണ് ഭാഷയുടെ അതിർവരമ്പുകൾ നമ്മൾ തീരുമാനിക്കുക? ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന മലയാളി പറയുന്നത് ഞാൻ മലയാളത്തിലാണെന്ന് പറയുന്നത്. ഈ കൃതികൾ മറ്റൊരു കൃതിയിലേക്ക് നമ്മൾ എടുത്തു വെക്കുമ്പോൾ, ഉദാഹരണമായിട്ട് ചോദ്യം അതാണ്, നമ്മളിത് ഒരു മെട്രോപോളിസിലേക്ക് കൊണ്ട് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ ഒരു മലയാളത്തിൻ്റെ കൃതി എടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എടുത്തു വെച്ചപ്പോൾ അവിടെ അത് പഠന വിഷയമായി. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് നമ്മൾ അവിടെ നിങ്ങോട്ട് വിവർത്തനം ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ഇവിടെ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഞാൻ ചോദിക്കുകയായിരുന്നു, എത്ര മലയാളം വിവർത്തകരെ കുറിച്ച് നമുക്കറിയാം. ഇംഗ്ലീഷിലേക്ക് പോയ വിവർത്തകരെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. മലയാളത്തിലെ വിവർത്തകരെ കുറിച്ച് എത്രമാത്രം നമുക്കറിയാം. ഗംഭീരമായിട്ട് വിവർത്തനം ചെയ്യുന്ന മലയാളം വിവർത്തകർ, അതിൻ്റെ സങ്കീർണതകളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ കുറവാണ്. അതിവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്? ഇപ്പൊ കൃഷ്ണജാതാണ് പഠിക്കുന്നത്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്, മിഷണറി ട്രാൻസ്ലേഷൻസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ. നമ്മളിവിടെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അടുത്ത വിഷയം, ഇവിടെ നിന്നൊക്കെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഒരുപാട് മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം ഇപ്പം ഈ വിശ്വസ്തത എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. എടുത്തങ്ങോട്ട് കൊടുത്താലോ മറ്റേ എൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ പുറത്തു വരും. അതിനെന്തുമാത്രം വിശ്വസ്തതയുണ്ടെന്ന് നോക്കുന്ന മാത്രം ജോലിയാണ് ഇപ്പോൾ ട്രാൻസ്ലേറ്റർക്ക് ഉള്ളത് ഒരു തലത്തിൽ. രണ്ടാമത് അതെങ്ങനെ നമ്മുടെ ഒരു രീതിയിൽ ആക്കി മാറ്റാം. അതായത് എൻ്റെ ഐഡിയോളജി അനുസരിച്ച് ഫെമിനിസ്റ്റ് ട്രാൻസ്ലേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു സബോൾട്ടൻ ട്രാൻസ്ലേഷൻ എനിക്ക് നടത്തണം, അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ട്രാൻസ്ലേഷൻ എനിക്ക് നടത്തണം. അതിൻ്റെ അധികാര ശ്രേണിയിൽ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു കൃതിയെ മാറ്റിയെടുക്കാം, അതായത് ഡീകോളനൈസ് ചെയ്തിട്ട് എനിക്കതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ചിന്തയാണ് ഇപ്പൊ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതൊരു പക്ഷേ രൂപം മാറും, ഭാവം മാറും, ഭാഷ എന്തായാലും മാറും. ഇതിന് തീർച്ചയായിട്ടും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ. ശരി, നന്ദി മാഷേ. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അപ്പം ഷെരീഫ് മാഷ് ആണെങ്കിൽ ഖജീദ മുംതാസിന്റെ ബർസ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഡെസേർട്ട് ഷാഡോസ് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ജോസഫ് മാഷ് ആണെങ്കിൽ ഗോഡ് ഡേയ്സ് എന്ന പേരിൽ ബെന്യാമിന്റെ ആടുജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വരാം. എനിക്ക് ചോദിക്കാനുള്ളത്, മീനാക്ഷി മുഖർജി ആങ്സൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പനയുണ്ട്. എങ്ങനെയാണ് ഈ പ്രാദേശിക ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് വായിക്കുന്നത് എന്ന് നിശ്ചയമില്ലാതെ വരികയും അത് അവരുടെ കണ്ടന്റ് കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ചില ആശങ്കകൾ വരുത്തുമെന്നാണ് മീനാക്ഷി മുഖർജി പറഞ്ഞത്. ഇപ്പൊ NS മാധവന്റെ ഒരു വായനയുണ്ട്, ഈ ഖസാക്കിന്റെ ഇതിഹാസം ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന പേരിൽ OV വിജയൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷ് അറിയാവുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തരം ആശങ്കകൾ ഉണ്ടായിരുന്നോ? ആ ആശങ്കകളെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത്? ഒരു കാര്യം കൂടെ, വളരെ കൗതുകമുള്ളൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ പബ്ലിഷിംഗ് ഹൗസുകളുടെയൊക്കെ എഡിറ്റർമാര് ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് കൃതിയിൽ ഇടപെട്ടത് എന്നും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. ആദ്യം ഷെരീഫ് മാഷ്. വളരെ രസകരമായ ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ആദ്യം പറഞ്ഞ പ്രശ്നം ഓഡിയൻസിന്റെ, അത് വിജയൻ വിവർത്തനം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു 90കളുടെ ആരംഭത്തിലോ മറ്റുമാണ് അത്. അപ്പോൾ വിജയൻ ഒരു കണക്കിന് പറഞ്ഞ പഴയ തലമുറക്കാരനാണ്. അപ്പോൾ വിജയന്റെ ഓഡിയൻസ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നല്ല വായനക്കാരായിരുന്നിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇന്ത്യയിലെ പല എഴുത്തുകാരുടെയും കൃതികൾ വിദേശത്ത് വിറ്റഴിഞ്ഞിട്ടില്ല.
കാര്യമായിരിക്കും. ഇവിടെ തന്നെ അച്ചടിച്ച അതിനൊരു അപവാദമുള്ളത് നാരായൺ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കൊച്ചരെത്തി കാനഡയിൽ അടിച്ചിട്ടുണ്ട്, കനേഡിയൻ എഡിഷൻ അടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ കാനഡയിലെ ആദിവാസികളുടെ ആ ഒരു ശാക്തീകരണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നിട്ടില്ല. സ്വന്തമായിട്ട് വെബ്സൈറ്റ്, സ്വന്തമായിട്ട് കൾച്ചറൽ സെന്റർ. അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇപ്പൊ 1857 ഏതാണ്ട് ഇംഗ്ലീഷുകാരെ പുറത്താക്കിയ പോലുള്ള ഒരു സമരം അവിടെയും നടന്നിട്ടുണ്ട്. 1790 മറ്റോ ഏതാണ്ട് അവിടുത്തെ കോളനി വാഴ്ച അവസാനിച്ചു എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു സമരം നടന്നു. അപ്പോ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സെന്റർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് കൊച്ചരേത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വിവർത്തക തന്നെ കാതറിൻ തങ്കമ്മയാണ് വിവർത്തനം ചെയ്തത്. ഇവിടെ വെച്ചിട്ടുണ്ട്, അവിടെ വേണ്ടി. അപ്പൊ അതിന്റെ വിവർത്തനം എനിക്ക് തോന്നുന്നു അങ്ങനെ വേറെ വലിയൊരു ഓഡിയൻസിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. പക്ഷെ വിജയന്റെ ഇതിൽ ഇപ്പൊ കൃഷ്ണ പറഞ്ഞ പോലെ പിന്നെ ഇന്ത്യൻ ഓഡിയൻസിനെ മുൻനിർത്തിയാണ് ചെയ്തതെന്ന് എൻ എസ് മാധവന്റെ ആ പഠനത്തിലുണ്ട്. ടുവേർഡ്സ് 100 വിഷൻസ് ആൻഡ് റിവിഷൻസ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്, മുമ്പ് കണ്ടതാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ പരിസരം കുറച്ച് മാറി. എന്റെ ഒരു അനുഭവത്തിൽ ആ ഒരു വ്യത്യാസം ഏതാണ്ട് നേർത്തില്ലാതെ ഏത് ഓഡിയൻസ് എന്ന് ആലോചിക്കേണ്ടാത്തൊരവസ്ഥ വന്നു. വാസ്തവത്തിൽ ഇത് മുമ്പുള്ള വിവർത്തകർ നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ 74 മഞ്ഞിന്റെ വിവർത്തനമാണ് പ്രമീള വാസ്തവൻ ചെയ്തത്. അതിൽ കൃത്യമായിട്ടൊരു ഇന്ത്യൻ ഓഡിയൻസിനെ തന്നെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അന്ന് അക്കാലത്തുള്ള കോൺവെന്റ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറയുന്ന തരം ചില ഇംഗ്ലീഷ് വാചകങ്ങൾ അതിനകത്തുണ്ട്. ഇന്ത്യൻ ഭാഷയെ തന്നെ ഇംഗ്ലീഷ് ആക്കിയെടുത്തത് അങ്ങനെയുള്ള വാചകങ്ങൾ. ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻസിനെ പറ്റി നമുക്കറിയാം. കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പല മലയാള വാക്കുകൾ, ഗോ ടു ദ പച്ചക്കറി ഷോപ്പ് എന്നൊക്കെ പറയുന്ന ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അത്രയും ഇല്ലെങ്കിലും അതുപോലെ അക്ഷരാർത്ഥത്തിലുള്ള മലയാള വാക്കുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ പലയിടത്തും. അത് ആണ് പ്രമീള വാസ്തവൻ നിർദ്ദേശിച്ചത്. ഞങ്ങളുടെ കാലം ആയപ്പോഴേക്കും എന്റെ വിവർത്തനത്തിന് ആനന്ദിന്റെ നോവൽ ഞാൻ വിവർത്തനം ചെയ്യുന്നത് 99 ബർസ പിന്നെയും കഴിഞ്ഞിട്ട് 2014 അപ്പോഴേക്ക് ഈ ഒരു അതിർവരമ്പ് ഏതാണ്ട് ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നില്ല. എന്നാൽ മറ്റു ചിലത് ഇപ്പൊ ചിലയിടത്ത് അങ്ങനെ ആലോചിക്കേണ്ട ബർസയിൽ തന്നെ ഇബ്രാഹിം നബിയുടെ 2 ഭാര്യമാരുണ്ട്. ഒന്ന് അടിമയാണ്. അപ്പൊ അടിമ സ്ത്രീയാണെങ്കിൽ അത് ഈ കുട്ടിയുടെ പിന്നെ അച്ഛൻ എന്നേ പറയുന്നു, ഭർത്താവ് എന്ന് പറയുന്നില്ല. ഖദീജ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ ഹാജറയുടെ ഭർത്താവ് എന്ന് തെറ്റായി ഉപയോഗിച്ചു. അത് പക്ഷെ ഒരു തന്ത്രമായിരിക്കാം. ഈ ഒരു വ്യത്യാസം അങ്ങനെ അറിയിക്കേണ്ട എന്നുള്ളൊരു തന്ത്രമായിരിക്കാം. ഞാനത് വലിച്ചു പുറത്തിട്ടു, അങ്ങനെ തന്നെ ഉപയോഗിച്ചു. ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ചു. അപ്പൊ അത് ഭാഷയുടെ മാത്രമല്ല, സാംസ്കാരിക പരിസരത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഭാരതത്തിന്റെ ഇതെടുത്ത് നോക്കി, മരുഭൂമികൾ ഉണ്ടാകുന്ന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലയിടത്ത് വളരെ സൂക്ഷ്മമായിട്ട് വരുന്നുണ്ട്. ഈ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ആൾക്കാർ കാണുന്നു എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചില സമയത്ത് ഞാനൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഭാഗ്യത്തിന് മനസ്സിലായില്ല അക്കാലം. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അച്ചടിച്ചു വന്നു. അപ്പൊ ഈ ഭാഷയുടെ തലത്തിലും ഇതുപോലെ ചില ഇഡിയോളജിക്കൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് അങ്ങനെയുള്ള ചില കളികൾ വിവർത്തകരെ കളിച്ചു. ഞാനും കളിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തി ദളിത് വിവർത്തനം ചെയ്തപ്പോൾ ഒന്നുകൂടി അത് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പരിസരം വേറെ അറിയുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചെടുത്തൊരു ഭാഷയാണ് ഗുജറാത്തി. അപ്പൊ അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊക്കെ ചെയ്തപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കൃഷ്ണ പറഞ്ഞ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിവർത്തനം ചെയ്യേണ്ടത്. ഏത് ഓഡിയൻസ് ആയാലും ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പഠിച്ചവരായാലും പുറത്തുള്ളവരായാലും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കാതെ ചില കാര്യങ്ങൾ ഒത്തുവരും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയൽ അറിയില്ല, ഇവിടെ കുറച്ചു മുമ്പ് വിനയപ്രസാദ് അഭിനയിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നല്ല, കുറച്ചു കാലം മുമ്പാണ്. അതിനകത്ത് ഒരു ഉപകഥയുണ്ട്. ഒരു പോലീസുകാരി ഒരു ഓട്ടോ ഡ്രൈവറെ എല്ലാം കഴിക്കുന്നില്ല, അതിന് മുമ്പ് ഒരു കൊല്ലപ്പെടുകയാണ് മുന്നത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ ഇതൊരു ബ്രിട്ടീഷ് നോവലിൽ ഇത്തരത്തിലുണ്ട്. അതായത് ഒരു വീട്ടുജോലിക്കാരി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പോലീസുകാരൻ. പക്ഷെ കുഴപ്പമെന്താ വെച്ചാൽ ഇവരുടെ ആങ്ങളെ ജയിലിലാണ്. ഈ സംഭവം അവർ വിവരിക്കുന്നുണ്ട്. അതായത് ഇവൻ പുറത്തേക്ക് വരുന്ന എന്താ സ്ഥിതി ആവുകയെന്ന് എനിക്ക് അറിയില്ല, ഞാനിപ്പം പോയി കല്യാണം കഴിച്ചാൽ പോലീസുകാരൻ. അപ്പൊ ആ സെന്റൻസ് അത് ഏതാണ്ട് ഇങ്ങനെ എൻ്റെ ഓർമ്മയെന്നാണ്.
I don't know what will happen when Ed comes out in January and learns I am spliced to a copper എന്നാണ്. ആ സെന്റൻസ് എടുത്ത് നോക്ക്. കോപ്പർ എന്നുള്ളത് ഒരു സ്ലാങ് ആണ്, പോലീസുകാരനെ പറ്റി പറയുന്നത് കോപ്പ് എന്ന് പറയും. സ്പ്ലൈസ്ഡ് എന്നുള്ളത് അതേപോലെ തന്നെ ഒരു വാക്കാണ്. അപ്പൊ അതിന്റെ മലയാളം ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടി. കാരണം നമ്മൾ ഈ നോവൽ കുറെ വായിക്കുന്നുണ്ട്, അത് മലയാളത്തിൽ ഈ സ്പ്ലൈസ് എന്നുള്ളതിന് കെട്ടുക എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ സെന്റൻസ് ഞാനൊന്ന് വിവർത്തനം ചെയ്ത് നോക്കി. അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ഇത് നാടൻ രീതിയിൽ ഇങ്ങനെ കിട്ടിയാല് ഓൻ ജനുവരിയിൽ പുറത്തിറങ്ങി എന്താ ഉണ്ടാകുക എനിക്ക് പറയാൻ പറ്റില്ല. അതും പോലീസുകാരനെ കെട്ടിന്ന് കേട്ട ഇത്ര ഇത്തരത്തിലുള്ളൊരു സൗകര്യം. അതായത് ഭാഷ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോ അതിന്റെ ഒരു ഓഡിയൻസ് നമ്മൾ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ മലയാളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് പോകും, സംശയം. ഏത് കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ആള് വായിച്ചാലും ഏതാണ്ട് ഇങ്ങനെ കിട്ടും, മലയാളത്തിലേക്ക് ചെയ്യാൻ. അപ്പൊ ഇതാണ് പൊതുവെയുള്ള ഒരു പ്രശ്നം. നമ്മളൊരു നല്ലൊരു അവബോധം ഉണ്ടാവണമെന്നുള്ള വായിക്കുമ്പോൾ ഇത് എങ്ങനെ വരും. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ നല്ല ഭാഷാ പരിചയം. ഇത് എന്റെ ഇക്കാര്യത്തിൽ ഒരു ആക്സിഡന്റ് ആണ്, അബദ്ധത്തിൽ. അങ്ങനെ കുറച്ച് നോവലുകൾ വായിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചുകൊണ്ടും കിട്ടിയൊരു സൗകര്യമാണ്. അത് എല്ലാവിധ നോവലുകളും വിവർത്തനം ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പൊ കമ്മുവിന്റെയോ അല്ലെങ്കിൽ സാർത്രന്റെയോ ഒക്കെ ഒരു നോവലിൽ ഇതേപോലത്തെ ഒരു സെന്റൻസ് വരികയാണെങ്കിൽ കിട്ടിക്കൊള്ളുന്നില്ല. പലതരത്തിലാണ് അത്. ഇംഗ്ലീഷ് തന്നെ ഫ്രഞ്ച് എന്ന് ചെയ്തതിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, അമ്മ എന്നുള്ളതിന് ആദ്യകാലത്തെ കമ്മുവിന്റെ വിവർത്തനത്തില് മദർ എന്നാണ് വിളിച്ചത്. അത് പോരാ പറഞ്ഞ് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ അമ്മ എന്നുള്ളതിന്റെ ഫ്രഞ്ച് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, മാമോൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ചോദിച്ചത് ഈ മീനാക്ഷി മുഖർജിയുടെ ഇത് വെച്ചിട്ടാണ് ചോദിച്ചത്. ഞാൻ മീനാക്ഷി മുഖർജിയുടെ ഒരു സ്റ്റുഡൻ്റാണ്. അന്ന് ഞാൻ റിസർച്ച് ചെയ്യുന്നത് 90-കൾ. ഈ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻ തലമുറ ഇംഗ്ലീഷിനെ കോളനൈസ്ഡ് ഒരു അതോറിറ്റി അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു ജനറേഷൻ വളർന്നു വന്നത്. മീനാക്ഷി മുഖർജിയൊക്കെ അതിൽ നിന്ന് കുതിര മാറാൻ ശ്രമിക്കുന്ന, സുജിത് മുഖർജി, മീനാക്ഷി മുഖർജി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് കുതിര മാറാൻ ശ്രമിക്കുന്ന നഴ്സുകളുടെ അക്കാഡമിഷ്യൻസാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ അവിടെ ഈ JNU ഞാൻ പഠിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു പുറത്തൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് യൂത്ത് അവിടെ ഇന്ത്യ കാണാൻ വരും ഇടയ്ക്ക്. അവിടെ അക്കാഡമിക് പഠനത്തിന് ശേഷം അവർ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് ഇന്ത്യ കാണാൻ വരും. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്, ജോയിന്റ് അസിസ്റ്റൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഞാൻ ആദ്യകാലത്ത് ജോലി ചെയ്തത്. അപ്പോൾ ഈ കുട്ടികൾ 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള ധാരാളം ആൾക്കാർ അവിടെ വരും. അപ്പം ഞാനും ഏകദേശം ആ ഒരു പ്രായക്കാരനാണ്. കമ്പനി. അപ്പോൾ ഇവർ ഇപ്പം എനിക്ക് JNUയിലേക്ക് പഠിക്കാൻ പോവുകയും വേണം. അതല്ല, ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ക്ലാസ്സിൽ പോയാൽ മതി. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ച്, കൗതുകകരമായിട്ട് ഒരു റിസർച്ച്, അതായത് ഇവരോട് ഇപ്പം ഈ ഭാഷകളെ കുറിച്ച് ഇങ്ങനെ അവിടെ പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ച് പ്രത്യേകിച്ചും പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ വളരെ കൗതുകകരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ജനറേഷൻ വരുമ്പോഴൊരു അതിൽ നിന്നൊന്ന് വിട്ടുമാറുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ വന്നാൽ they don't actually bother about who is better. പക്ഷെ അന്നത്തെ ജനറേഷന് ഇംഗ്ലീഷുകാർ എഴുതിയത് എപ്പോഴും കുറച്ച് നല്ലതാണ് എന്നൊരു തോന്നലാണ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഞാൻ അവിടെ അംഗമായിരുന്നു. അപ്പൊ അവിടുന്ന് ഓരോ പേപ്പർ കട്ടിങ് ഫോട്ടോ കോപ്പി ചെയ്തിരുന്നു. ഒരു ബ്രിട്ടീഷ് പേപ്പറിൻ്റെതും അതോടൊപ്പം തന്നെ ഒരു ഇന്ത്യൻ ന്യൂസ് പേപ്പറിൻ്റെതുമുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പീസ് ഫോട്ടോ കോപ്പി ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കഥ അല്ലെങ്കിൽ ഒരു കവിത, അതൊരു ബ്രിട്ടീഷ് വന്നൊരു ഒരു കഥ അല്ലെങ്കിൽ കവിത, ഇത് ന്യൂട്രലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എന്നിട്ട് ഈ വരുന്ന എൻ്റെ സെന്ററിൽ വരുന്ന ബ്രിട്ടീഷ് ആയിട്ടുള്ള കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാനത് അവരോട് പറയുന്ന ഇതാണ്, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതാണ് ബെറ്റർ ഇംഗ്ലീഷ് എന്ന് പറയാം, ഏതാണ് ബെറ്റർ ഇംഗ്ലീഷ്, വിച്ച് സൗണ്ട്സ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇതെല്ലാം ഇന്ത്യക്കാരെന്നാണ് അവരെ ധരിപ്പിച്ചിരിക്കുന്നത്. വളരെ രസകരമായ ഒരു ഫൈൻഡിങ് ആയിരുന്നു ഈ പഠനത്തിൽ. ഒരു 100-200 സാമ്പിൾസ് ഞാൻ കളക്ട് ചെയ്തു. ഇൻവേരിയബിളി എല്ലാവരും തന്നെ പറഞ്ഞ ഇന്ത്യൻ പ്രോസ് ആണ് നല്ലത്, ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രോസ് ആണ് നല്ലത്.
എല്ലാവരും ഏകദേശം 90% ആൾക്കാർ പറഞ്ഞു ഇന്ത്യൻ പ്രോസാണ് നല്ലത്. എന്തായാലും ഇന്ത്യൻ പ്രോസ് മോശമാണെന്ന് ആരും തന്നെ പറഞ്ഞു. പക്ഷേ ലിറ്ററേച്ചർ വന്നപ്പോൾ സംഭവം തിരിഞ്ഞു. ഒരു 90% ആൾക്കാർ പറയുന്നത് ബ്രിട്ടീഷ് റൈറ്റിംഗ് ആണ് നല്ലത്. ഈ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ഈ മീനാക്ഷി മുഖർജിയുടെ ക്ലാസ് ഞാനത് പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഫൈൻഡിങ് ഉണ്ട്. ഷീ വാസ് വെരി ആംഗ്രി. ഷീ കുഡ്ന്റ് അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. How can you say that the British prose and Indian prose is better? That goes against her theory at all. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഇതാണ്, ഈ ആർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നൊരു ചോദ്യം. ബ്രിട്ടീഷ് ഭാഷ എന്തോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഭാഷയാണ്, ആ ഭാഷയിൽ നമ്മൾ ഇന്ന ഇഡിയോമാറ്റിക് ഒരു ട്രാൻസ്ലേഷൻ നടത്തണമെന്നൊരു ധാരണ അന്നുണ്ടായി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു തലമുറയിൽ, ഞങ്ങളുടെ ഒരു തലമുറയിൽ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് കുറച്ചുകൂടെ മാറി, കുറച്ചുകൂടെ ഒരു അതോറിറ്റി ഇംഗ്ലീഷിൽ ഞങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി എല്ലാവരും ഇങ്ങനെ പുറത്ത്, കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് അതോറിറ്റി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴത്തെ ജനറേഷൻ, എൻ്റെ കുട്ടികളെ അങ്ങനെയുള്ള ഇപ്പം നിങ്ങളെ കാണുമ്പോൾ യു ഡോണ്ട് ഈവൻ ബോദർ വെദർ യു നോ അവർ നല്ല ഭാഷയാണ്. ഇപ്പൊ കുട്ടികൾ സംസാരിക്കുന്നത് മേ ബി യു സ്പീക്ക് മച്ച് ബെറ്റർ ദാൻ ദേ ഡു, മേ ബി യുവർ ലിറ്ററേച്ചർ ഈസ് ഓൾസോ ആസ് ഗുഡ് ഓർ ഈവൻ ബെറ്റർ ദാൻ വാട്ട് തേഴ്സ് ഈസ്. അപ്പോൾ ചോദിച്ച ചോദ്യം ഞാൻ ആർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഷെരീഫ് മാഷ് എന്നെക്കാളൊക്കെ വളരെ വിപുലമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ അധികം ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിനെ അബദ്ധത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു പോയതാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ഞാൻ അത് പക്ഷേ അതിനൊരു കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിലെ ആദ്യത്തെ അധ്യാപകനാണ്. ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷാണ്. അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് വന്ന ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ജാൻസി ജെയിംസ്. ടീച്ചർ അവിടെ വന്നപ്പോൾ എനിക്കൊരു ടാസ്ക് തന്നു. ഞാൻ പുറത്തുനിന്ന് സൗദി അറേബ്യയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തതിന് മുമ്പ്. അപ്പം സിലബസ് ഫോർമേഷനാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വർക്ക്ഷോപ്പിൽ സിലബസ് ഒക്കെ കിട്ടിയപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ഡയസ്പൊറ സ്റ്റഡീസ് കൂടെ ചേർക്കാം. അപ്പോൾ ആ ഡയസ്പൊറ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവാസി ഭാരതീയ എന്ന് പറയുന്ന മിനിസ്ട്രിക്ക് ആ സമയത്തുണ്ട്, വയലാർ രവിയാണെന്ന് കേന്ദ്രത്തിലെ മിനിസ്റ്റർ. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതും കൂടെ ചേർക്കണം. ഇപ്പോൾ ഡയസ്പൊറ സ്റ്റഡീസ് ഉണ്ട് പലയിടത്തും പഠിപ്പിക്കുന്നത്. ഞാൻ ജെഎൻയുവിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഡയസ്പൊറ സ്റ്റഡീസിൻ്റെ കുറച്ചൊക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ചെയ്ത് കളയാം. പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബംഗാളി ഡയസ്പൊറയുണ്ട്, പഞ്ചാബി ഡയസ്പൊറയുണ്ട്, തമിഴ് ഡയസ്പൊറയുണ്ട്, ഗുജറാത്തി ഡയസ്പൊറയുണ്ട്. പക്ഷെ ഞാൻ അനുഭവിച്ചൊരു ഡയസ്പൊറയുണ്ട്. അതായത് ഡയസ്പൊറ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഗൾഫിലെ പ്രവാസ ജീവിതത്തെ പറ്റിയുള്ള ഒറ്റ പുസ്തകം പോലും എടുത്ത് വെക്കത്തക്ക രീതിയിലുള്ള ഒറ്റ പുസ്തകം പോലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അത് അന്വേഷിച്ച് ഇത് തീർക്കാതെ ഒരു മോഡ്യൂളെങ്കിലും അതിന് കൊടുക്കാതെ ഞാൻ സിലബസ് ഫില്ല് ചെയ്യില്ല എന്ന് ഞാനും തീരുമാനിച്ചു. അപ്പം അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണദാസിന്റെ ഒരു ദുബായ് പുഴ നല്ലൊരു പുസ്തകമായിരുന്നു. അതിലേക്ക് ഇങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അവിടെ വെച്ചൊരു ആക്സിഡന്റ് പറ്റും. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. 2 ആഴ്ചയോളം ഞാൻ അവിടെ താമസിച്ചു. എനിക്കാണ് പുസ്തകം വായിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ വീട്ടിലാണ് ഒറ്റ പുസ്തകവും. അവരൊരു ബിസിനസ് ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഒറ്റ പുസ്തകം. അവസാനം ഇതിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് എൻ്റെ ഫാദറിലോ എനിക്കൊരു പുസ്തകം കൊണ്ടുവന്നു. നമ്മുടെ ദാനിയുടെ മോൻ എഴുതിയൊരു പുസ്തകമാണ്, ഒന്ന് വായിച്ചു. നമ്മുടെ ദാനിയുടെ മോൻ എഴുതിയ പുസ്തകം ഒന്ന് വായിച്ചു. ദാനി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഡിസ്റ്റന്റ് ഒരു റിലേറ്റീവ് ആണ്. അങ്ങനെ കൊണ്ടുതന്നു. ആടുജീവിതമാണ് പുസ്തകം. ഞാൻ വായിച്ചപ്പോഴും ഒറ്റ ഇരിപ്പിനത് വായിച്ചു തീർക്കുകയും ബാക്കി എല്ലാ മലയാളികളെ പോലെ ഞാനും ഐ വാസ് ഓൾസോ വെരി ഇംപ്രസ്ഡ് ബൈ ദ ബുക്ക്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട കാരണം ഞാൻ ആവശ്യപ്പെട്ട പുസ്തകം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുതൽ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 3 മാസം കൊണ്ട് ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് പഠിപ്പിക്കുമ്പോൾ ഈ ചാപ്റ്റർ ബൈ ചാപ്റ്ററാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ബാച്ചിന് കൊടുത്ത പുസ്തകമാണ് ആടുജീവിതം, ചാപ്റ്റർ ബൈ ചാപ്റ്റർ. അപ്പോൾ എനിക്കറിയാം ആർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒരു അക്കാഡമിക് ഓഡിയൻസിന് വേണ്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ്റെ ന്യൂവൻസസ്, ഇതിൻ്റെ കോപ്പിറൈറ്റ്, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേഡായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ബെന്യാമിന് ഇവിടെ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ഒരു കോമൺ സുഹൃത്ത് ഷാജഹാൻ
അവൻ എന്നെ വിളിച്ച് പറയുന്നത്, എൻ്റെ വൈഫിൻ്റെ നാട്ടുകാരി, അവരെ അറിയാം, അയാൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ പുസ്തകം ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷാജഹാൻ ബെന്യാമിനെ കോൺടാക്ട് ചെയ്തു, ബെന്യാമിനെ എന്നെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു, ഓൾറെഡി 2-3 ട്രാൻസ്ലേഷൻ ഈ പുസ്തകത്തിൻ്റെത് പെൻഗ്വിനിൽ പോയിട്ടുണ്ട്, അവർക്കത് തൃപ്തിയായിട്ടില്ല, സാറൊന്ന് അയച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അവർ ശിവപ്രിയ എന്ന് പറയുന്ന എഡിറ്ററാണ്. ശിവപ്രിയ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഒന്ന് അയച്ചു തരാം, 3 ചാപ്റ്റർ അയച്ചു തന്നാൽ മതി. ഈ 3 ചാപ്റ്റർ മുറിച്ചു കൊടുക്കുന്ന വിഷമം കാരണം ഞാൻ എൻ്റെയർ ബുക്കും കയ്യിരിക്കുന്ന പുസ്തകം മൊത്തം അങ്ങോട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ എടുത്തു. അങ്ങനെ ഒരു പബ്ലിക്കേഷന് വേണ്ടി എഴുതിയതല്ല, വേണമെങ്കിൽ എടുത്തു. അവർ പിറ്റേ ദിവസം തന്നെ മറുപടി എഴുതി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുകയാണ്. 2010 സംഭവിച്ചതാണ്. പുസ്തകം ഇറങ്ങിയപ്പോൾ 2012 അവരുടെ ട്രാൻസ്ലേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് കുറച്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്, ഈ പുസ്തകം ഞാൻ കൊടുത്തു, ഞാൻ മറന്നു. അവരെന്നോട് ചോദിച്ചു, ഇത് ഇടയ്ക്ക് വായിച്ചു നോക്കണോ? അപ്പം ഞാൻ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് കൊള്ളാവുന്ന, വലിയ മോശമില്ലാത്തൊരു ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതൊരു അബദ്ധമായി പോയി എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആ പുസ്തകം വായിച്ചു. കാരണം ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമാനതകളുണ്ട് ആ പുസ്തകത്തിൽ. കാരണം ബെന്യാമിൻ ഗൾഫിൽ, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം സമാനമായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ്, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. പത്തനംതിട്ട കുളനട എന്ന് പറയുന്ന സ്ഥലത്താണ്. കുളനട പഴയ ആലപ്പുഴയുടെ ഭാഗമായിരുന്നു. രണ്ടുപേരും ഏകദേശം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരാണ്, രണ്ടുപേരും പുറത്ത് ജീവിച്ചവരാണ്, രണ്ടുപേരും ഈ അറേബ്യയായിട്ട് പരിചയമുള്ളവരാണ്. ആക്ച്വലി ബെന്യാമിനേക്കാളും കൂടുതൽ സൗദി അറേബ്യ എനിക്കാണ് പരിചയം. ബെന്യാമിൻ സൗദി അറേബ്യ അന്ന് വന്നിട്ടില്ലായിരുന്നു. ഈ അർബാബുകളെയും ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് പലരും അർബാബുമാരാണ്. അവരുടെ മസ്രകളിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഈ നജീബുമാരെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇത് തിരിച്ച് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത്, അവർക്ക് എന്നോട് ചില കഥകൾ പറയാനുണ്ടായിരുന്നിരിക്കും എന്നൊരു തിരിച്ചറിവ് വന്നാൽ എനിക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ എല്ലാം പേരിലാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം ഇങ്ങനെ പോയി എഡിറ്റ് ചെയ്യാനായിട്ട് പെൻഗ്വിനെ സ്വതന്ത്രമായിട്ട് വിട്ടു. പക്ഷെ ഇതൊന്നും അറിയാത്ത കുട്ടികളാണ് അവിടെ എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ചില അവർക്ക് ഇഷ്ടമില്ലാത്ത കുറെ ഭാഗങ്ങളൊക്കെ അവരെടുത്ത് മാറ്റിയത്. എനിക്കാണ് ഞാൻ നോക്കാൻ സമയമില്ല. കാരണം അന്ന് ഞങ്ങളുടെ ചെറിയൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞേ പോയി. പുസ്തകം എഡിറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോഴാണ് പിന്നെ ഞാനിത് കാണുന്നത്. പുറത്ത് വന്നപ്പോഴതിനകത്ത് ആക്ച്വലി പിന്നീട് അത് മുഴുവനായിട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയം. കാരണം ഞാൻ ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, പിന്നെ ഞാനെന്തിനാ വായിക്കുന്നത്? ഇങ്ങനെ ഞാനൊരു സെമിനാറിന് പോയി, കോതമംഗലത്ത് ഒരു സെമിനാറിന് പോയതാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് ഒരു തെറ്റുണ്ട്. ഒന്നല്ല, ഒരുപാട് തെറ്റ് കാണാൻ സാർ, ഒന്നല്ലായിരിക്കും, അല്ല ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് തെറ്റുണ്ട്. എന്താണ്? ഈ നജീബ് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഈ ലാസ്റ്റ് വരുന്നൊരു സമയത്ത് ഇയാളൊരു ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന കഥാപാത്രം അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. ഇയാൾ ഒറ്റയ്ക്ക് അവിടെ കിടന്നിട്ട് ചെവി ഓർക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം ഇയാൾ കേൾക്കുന്നു, ഒരു ട്രക്കിന്റെ ശബ്ദമാണ് ഇയാൾ കേൾക്കുന്നത്. ട്രക്കിന്റെ ടയർ മണ്ണിലൊടിയുന്ന ഒരു ശബ്ദം ഇത് കേട്ടിട്ട്, ഇപ്പൊ ഈ ശബ്ദം അയാൾ എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇയാൾ കണ്ടു തുറന്നത്. അപ്പം ഇയാൾ പറഞ്ഞു, സാറ് എഴുതിയ പോലല്ല ഇയാളെ ശബ്ദം കേട്ടിരിക്കുന്നത്, സാറ് എഴുതിയിരിക്കുന്നത് നാട്ടിലെ ശബ്ദം കേട്ടു എന്നാണ്. ഇയാളെ അതായത് കേരളത്തിൽ വെച്ച് ആ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന്, അങ്ങനെയല്ല ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആ ഭാഗം ഞാൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല. പിന്നെ എഴുതിയ പുസ്തകം നോക്കിയപ്പോൾ ശരിയാണ്. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കി. ഡ്രാഫ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് കറക്റ്റാണ്, ഇതിനകത്ത് അത് വന്നിട്ടില്ല. ഇനി അതിൻ്റെ ചില വാക്കുകൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് അവിടുന്ന് ടോട്ടലി മിസ്സിംഗ് ആണ്, ആ പുസ്തകത്തിൽ തന്നെ മിസ്സിംഗ് ആണ്. അവർക്ക് അത്യാവശ്യമെല്ലാം തോന്നുന്നു, അത് മാറ്റിക്കളയും. അപ്പൊ ഇങ്ങനെ കുറെ അബദ്ധങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പിന്നെ അതൊരു വലിയൊരു പ്രസിദ്ധീകരണശാലയായതുകൊണ്ടും പിന്നെ ആ പുസ്തകം നന്നായിട്ട് ഓടുന്നത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് രണ്ടാമത് എഡിഷൻ വരാത്തത് കൊണ്ടും ഒക്കെ ആ പുസ്തകം അങ്ങനെ പോകുന്നു.
അപ്പൊ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇപ്പൊ എഡിറ്റോറിയൽ പ്രോസസ്സിൽ നമ്മൾ ഇടപെടേണ്ടി വരും ആസ് എ ട്രാൻസ്ലേറ്റർ. അത് ഇത് ചെയ്യേണ്ടതാണ്. എനിക്കൊന്നും സമയമില്ലായിരുന്നു. ഫാക്ട് അതാണ്, എനിക്ക് സമയമില്ലായിരുന്നു. അല്ലെങ്കിൽ ആ പുസ്തകം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു പക്ഷേ അതിൻ്റെ ഡിസർവിംഗ് ആയിട്ടുള്ളൊരു ലാംഗ്വേജിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ മതി. ബട്ട് ഐ ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ഓൺലി ഫോർ മൈ അക്കാഡമിക് സ്റ്റുഡൻസ് ആൻഡ് മൈ പർപ്പസ് വാസ് ഓൺലി ഡയസ്പോറ ലിറ്ററേച്ചർ. I wanted to make my students familiar with what is a diaspora. പ്രവാസം എന്താണെന്നും ഗൾഫ് പ്രവാസം എന്താണെന്നും അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു ലിറ്റററി വർക്ക് എന്ന രീതിയിലുള്ള അതിൻ്റെ എക്സലൻസ്, പിന്നെ ഒരു ട്രാൻസ്പെറന്റ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മെച്ചമുണ്ട്. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഒറ്റ കാര്യം ചേർക്കട്ടെ, ഞാൻ വിട്ടുപോയത് എഡിറ്റോറിയൽ പ്രോസസ്സിനെ പറ്റി ആരംഭിക്കും. അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ എഡിറ്റർമാർ അത്ര സൂക്ഷ്മമായിട്ട് ഈ ഇഡിയോളജിക്കൽ പ്രത്യശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കുന്നില്ല. അവർ പലപ്പോഴും നോക്കുന്നത് ഇപ്പം ജോസ് സാർ പറഞ്ഞ പോലെ ചില പ്രയോഗങ്ങളാണ്. പിന്നെ ഇതുപോലെ വസ്തുതാപരമായ ലോറിയുടെ ശബ്ദം കേട്ടു എന്ന് പറയുന്ന പോലെ വസ്തുതാപരമായ കാര്യങ്ങൾ നോക്കും. പക്ഷേ അത് ഒരു ഒറ്റ കാര്യമായിട്ട് വരുന്നത് നമ്മൾ വളരെ നന്നായി എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നിയ പോലെ അത് കൃത്യമായിട്ട് ഇവൊക്കേറ്റീവാണ്. ആ സമയത്തുള്ള വൈകാരികമായിട്ടുള്ള പരിസരം കൃത്യമായി പറയും എന്ന് നമ്മൾ തോന്നി എഴുതിയത് അവർ ചിലപ്പോൾ ചെറുതായിട്ട് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ അവസാനത്തെ രൂപത്തിൽ ആ ഒരു പരിസരം ഒത്തിരി ഒന്ന് മാറിപ്പോകുന്നത് ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ ഇടപെടൽ എൻ്റെ ഒരു വർദ്ധനത്തിലുണ്ടായത് ഈ നോവലിലല്ല. പിന്നീട് ആനന്ദിന്റെ ഒരു 11 കഥകൾ രൂപ ആൻഡ് കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദ ഫോർത്ത് നെയിൽ ആൻഡ് അതർ സ്റ്റോറീസ്. അതിൻ്റെ ഈ ഫോർത്ത് നെയിൽ എന്നുള്ള കഥ ഒഴിച്ചുള്ള എല്ലാ കഥകളും ഞാനാണ് ചെയ്തത്. അതിലൊരു കഥയിൽ മൂലകഥയിൽ ഇല്ലാത്തൊരു കാര്യം ആനന്ദ് ചേർത്തു. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഒരാളെ അന്വേഷിച്ചു പോകുന്നതിനെ പറ്റിയൊക്കെ നല്ല രസകരമായ കഥ. അയാളുടെ വിലാസമോ പേരോ ഒന്നുമില്ല. വെറുതെ ഒരു തുണ്ട് കടലാസ് ഒരു സ്ത്രീ കൊടുക്കുന്നു. എൻ്റെ മോനമ്മയുടെ വിലാസം ഇല്ല, അതിന് വിലാസം ഇല്ല, അത് മാഞ്ഞു പോയിട്ട്. അപ്പൊ അയാൾ വെറുതെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ചാനലുകൾ അവർക്ക് ഏറ്റെടുത്തു. ഈ സ്ത്രീയുടെ മകനെ അന്വേഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ദില്ലിയുടെ തെരുവീതിയിൽ, ഇപ്പോഴത്തെ ചാനലിന്റെ രീതിയിൽ. അപ്പൊ അതില് ഈ അന്വേഷണത്തെ പറ്റി പറയുന്നിടത്ത് കുറെ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്, വ്യാപാര കമ്മിയെ പറ്റി, ഇതൊക്കെ പറയുന്ന കൂട്ടത്തില് മൂലകഥയിലില്ലാത്ത ഒന്ന് ആനന്ദ് ചേർത്തു. ഡാം ആക്ടിവിസ്റ്റുകളെ പോലെ മേധാ പട്കർ ചീത്ത പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ചെയ്തതിൽ അതില്ല. അത് ആനന്ദ് പിന്നീട് എഡിറ്ററെ കണ്ട് ആ ഡ്രാഫ്റ്റ് നോക്കിയിട്ട് എഴുതിയാണ്. ഞാൻ അപ്പൊ തന്നെ ആനന്ദിന് എഴുതി. സത്യം, ഞാൻ പച്ച മലയാളത്തിൽ തന്നെ എഴുതി. തെണ്ടിത്തരാണ് സാർ. പക്ഷെ ആനന്ദല്ലേ, ആനന്ദ് മറുപടി പറയാൻ പറ്റാത്തതിനെ അവഗണിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ആനന്ദ് അതിന് മറുപടി തന്നില്ല. ഞാനത് പലയിടത്തും എടുത്തു, ഫേസ്ബുക്കിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ. കാരണം അത് ഞാൻ ഒരിക്കലും എഴുതാത്തതാണ്. അപ്പൊ മേധാ പട്കറുടെ ആ പ്രസ്ഥാനത്തിനോട് എന്ത് ഒക്കെ എതിർപ്പുണ്ടെങ്കിലും അതിനെ ഇത്തരത്തിൽ പരിഹസിക്കുന്നതിന് ഞാൻ കൂട്ടുക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അതാണ് എന്റെ വരാനുള്ളത്. അത് പറയാൻ വേണ്ടി മാത്രം. വളരെ എൻ്റെ ഒരു കൗതുകത്തിനും സമാധാനമായി, അതുപോലെ തന്നെ നല്ല ഒരു മറുപടികളുമായി. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചർച്ച ചെയ്ത് നമുക്ക് വേദി സദസ്സിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. മലയാളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിവർത്തന പഠനം, ഞാൻ ഉൾപ്പെടെയുള്ള വിവർത്തന പഠന സ്കോളേഴ്സൊക്കെ വിവർത്തന പഠനം ചെയ്യുമ്പോൾ അതിലൊരു സൈദ്ധാന്തിക അടിത്തറയെ കാണുന്നത് ഈ വെസ്റ്റേൺ ആയിട്ടുള്ള തിയറീസിനെ ഉൾപ്പെടെയുള്ള തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കുകളായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ആയിട്ട് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കുകളുണ്ട്. പക്ഷേ മലയാളത്തിന്റെ കാര്യം സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ സവിശേഷമായ ഒരു ഭൗതിക ധാരയിൽ, അത് മലയാള വിവർത്തനങ്ങളിലെ നമുക്ക് ഈ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കുകൾക്കുള്ളിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നേരത്തെ പറഞ്ഞ വിശ്വാസ്യതയും ഷെരീഫ് മാഷിന്റെ ലേഖനമുണ്ട്. എങ്ങനെയാണ് ഈ മലയാളത്തിലെ വിവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട്, മലയാളത്തിലേക്ക് വന്നിട്ടുള്ള വിവർത്തനങ്ങളെ മുൻനിർത്തിയിട്ടത് റെസിസ്റ്റൻസ് ആയിട്ടുള്ള റേറ്റിംഗ് ആയിട്ടുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ് ഈ മലയാളത്തിന്റെ വിവർത്തനങ്ങളെ തിയറൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ വിവർത്തന പഠനത്തിന്റെ പുതിയ പരിപ്രേക്ഷ്യത്തിൽ ഇത്തരത്തിൽ നോക്കിക്കാണാം എന്നും കൂടെ ചർച്ച ചെയ്യാൻ തോന്നുന്നു. സമയം കുറവാണ്, പെട്ടെന്ന് പറയാം. ഇത് ഞാൻ ആലോചിച്ചിട്ടുള്ള ആളാണ്. കാരണം മലയാളത്തില് ഈ വിവർത്തനം എന്ന ഒരു സംവർഗം തന്നെ ഇല്ല. അതിനെപ്പറ്റി ആലോചിച്ചോ?
പിന്നെ കാളിദാസന്റെ ശാകുന്തളമൊക്കെ ഓരോ വിവർത്തകരെന്ന് പറയുന്നില്ല, പുനർരചയിതാക്കൾ ഓരോ തരത്തിലാണ് ചെയ്യുന്നത്. ഇപ്പൊ കാൽശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഒരു കേരള ശാകുന്തളത്തില് ഈ മീൻകാരനുണ്ടല്ലോ, ശാകുന്തളയുടെ മോതിരം കണ്ടെടുക്കുന്നത്, അയാൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു ദളിത് ഭാഷാഭേദമാണ്. വേറൊരു മുഖം സംസാരിക്കുന്നത് ഒരു ഏറനാടൻ മുസ്ലിമിനെ പോലെയാണ്. ഇപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം എടുത്തിട്ട് ചെയ്യുന്നതിന് നമ്മൾ വിവർത്തനം നല്ല പറയാം, റീറൈറ്റിംഗ് അല്ലെങ്കിൽ അനുവർത്തനം എന്നാണ് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ എങ്കിലും നടന്നതൊന്നും വിവർത്തനമല്ല. അപ്പൊ ആ നിലയ്ക്ക് കൃഷ്ണ പറഞ്ഞ ഒരു തിയറൈസിംഗ് ആവശ്യമാണ്, സ്വതന്ത്ര പുനർരചനകളാണ്. അതെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു, വളരെ രസകരമായി. ഇപ്പോ ഓസ്കർ വൈൽഡിന്റെ ഒരു നാടകമുണ്ട്, ലേഡി വിൻഡമിയസ് ഫാൻ. അതിന്റെ മലയാള ശീർഷകം എന്താണെന്നറിയോ? വേശു അമ്മയുടെ വിശറി. അത് മാത്രമല്ല, ഹാംലെറ്റിന്റെ പേര് ഹേമലതൻ എന്നാക്കിയിട്ടുണ്ട് ഒരു വിവർത്തനം. ഇങ്ങനെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം എടുത്തിട്ടും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു അത്തരത്തിലുള്ള പുനർരചനകൾ തീർച്ചയായും മറ്റൊരു തരത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ചെറിയ ഭാഷ, അതല്ല 40-ാമത്തെ ഭാഷയാണ്, 41-ാമത്തെ ഭാഷയാണ് ലോകത്തിൽ. അപ്പൊ അങ്ങനെ ഒരു പരിസരത്തില് ഒരു കൃതി എങ്ങനെ പുനർരചിക്കുന്നത് പല തരത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. ഇപ്പൊ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ഹാംലെറ്റ് തർജ്ജിമയില് വളരെ കൃത്യമായിട്ട് ഹാംലെറ്റ് പറഞ്ഞ എല്ലാ തെറിയും ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലേ ചെയ്യൂ. ഈ ഹാംലെറ്റ് സത്യം പറഞ്ഞാൽ ആരോ പറഞ്ഞ മാതിരി വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരു പുസ്തകമാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് 5-6 സ്ഥലത്ത് തന്നെ ഹാംലെറ്റ് നല്ല തെറി പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചും ഒഫീലിയോടാണ് ഈ തെറിയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുനർരചനകളുണ്ട്. നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യുന്നത്. അത് ശരിക്കും കൃഷ്ണ പറഞ്ഞ പോലെ അതിനൊരു തിയറൈസേഷൻ ആവശ്യമാണ്. ആ സമയം അതിക്രമിച്ചിരിക്കുന്നു അത്തരത്തിൽ. അത് എങ്ങനെയാണ് മലയാളത്തിൽ വന്നിട്ട് ഒരുപാട്. ഇപ്പൊ എഴുത്തച്ഛന്റെ രാമായണം എടുത്തു നോക്കാം, ആദ്യത്തെ 20 വരിയും ഭജനയാണ്. രാമജയ രാമോജയ. വാൽമീകി രാമായണം അങ്ങനെയല്ല. അത് സാംബശിവനെ പറ്റി കേട്ടിട്ടുണ്ട്. സാംബശിവൻ എല്ലാ കഥാപ്രസംഗവും തുടങ്ങുമ്പോൾ ഇൻഗുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കഥാപ്രസംഗം തുടങ്ങുക പണ്ട് സാംബശിവൻ. അതേപോലെ ഒരു പണിയാണ് എഴുത്തച്ഛനും കാണിച്ചത്. ആദ്യത്തെ 20 വരി കഴിഞ്ഞ് 21-ാമത്തെ വരിയിലെ ഈ രാമായണ കഥ തുടങ്ങുന്നുള്ളൂ. ആദ്യത്തെ 20 വരി ഭജനയാണ്. അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടോ എനിക്കറിയില്ല. അപ്പോൾ കൃഷ്ണ പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുനർരചനകളെ പറ്റിയിട്ട് ഒരു വേറെ തന്നെ ഒരു സമീപനം ആവശ്യമാണ് മലയാളത്തിൽ. തീർച്ചയായിട്ടും നമുക്കൊരു ഇതിനെക്കുറിച്ച് GN ദേവി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പുള്ളി അദ്ദേഹം പറയുന്നത് ആഫ്റ്റർ അംനേസിയ എന്ന് പറയുന്നൊരു കൃതിയുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് അപ്പോൾ അതിനെ ഒരു ചരിത്രപരമായൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ, ആദ്യം നമുക്കിവിടെ വരുന്ന കൃതികളെല്ലാം തന്നെ കൃഷ്ണ ചെയ്യുന്ന വിഷയത്തിൽ തന്നെയാണ് മിഷണറിമാരുടെ വിവർത്തനമാണ്. ഞാൻ പറയുന്നത് ഈ മോഡേൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷനെ പറ്റിയാണ്. അതിനു മുമ്പുള്ള ട്രാൻസ്ലേഷനെ വിടുകയാണ്. ഈ മിഷണറിമാരുടെ ട്രാൻസ്ലേഷനകത്ത് അവർ ലോക ക്ലാസിക്കുകളെ വിശ്വസ്തതാപൂർവ്വം എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ആദ്യം ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെ ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്കും വിട്ടുപോകാൻ പാടില്ല, ഭയങ്കര വിശ്വസ്തമായിരിക്കണം. ഇത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ചൈനീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെ ഉണ്ട്. വിശ്വസ്തത പൂർവ്വമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇത് കഴിഞ്ഞു വന്നാൽ ഇവരെ ഇത് സഹായിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ഫണ്ടിങ് കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് വെറുതെ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുടെ ട്രാൻസ്ലേഷൻ അത്ര ഒരു ഫേമസ് ആകെ നമ്മുടെ മുമ്പിൽ അധികം അറിയപ്പെടുന്നില്ല നമ്മൾ. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേഷൻ നമ്മൾ അറിയുന്നുമുണ്ട്. അതിന് കാരണം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഭരണത്തിനനുസൃതമായിട്ട് വേണ്ട ഒരു ചട്ടക്കൂടിൽ ഉള്ള ഭാഷ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ടൂളാക്കി പലപ്പോഴും വിവർത്തനത്തെ കാണാറുണ്ട്. അത് കഴിഞ്ഞാൽ മിഷണറിമാരുടെ സ്വാംശീകരണമാണ്. അവർക്ക് വേണ്ടിയിരുന്നത് ക്രിസ്തീയ ചട്ടക്കൂടിനകത്ത് ഈ ഭാഷ ഒതുക്കി മാറ്റുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളൊരു സാധനം ഉണ്ടാക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചത് മൂന്നാം ലോക സാഹിത്യങ്ങളെ പൊതുവായി കൊണ്ടുവരുന്ന ഒരു ഭാഷയാണ് വേണ്ടിയിരുന്നത്.
ഇതിനെ വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെയാണ് ഇജിയൻ ദേവി ഇതിനകത്ത് ഇടപെട്ട് അവർ പറയുന്നത് ഒരു സാംസ്കാരിക വിസ്മൃതി നമ്മളിവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ദേശീയ പൈതൃകത്തെ കൊളോണിയൽ ശക്തികൾ അവഹേളിക്കുന്നു. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇന്ത്യൻ അക്കാദമിയിൽ വളരെ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു പാശ്ചാത്യ മോഡൽ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച് ദേവി ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു ഭാഷാ സ്വാതന്ത്ര്യം നമുക്ക് വേണം, ഒരു സ്മൃതി നാശം സംഭവിച്ചത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ദേവി നമ്മളോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് എങ്ങനെ ഇവിടെ ഭാരതത്തിൽ ഇതിനെക്കുറിച്ച് എങ്ങനെ ഒരു തിയറൈസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഭാബയുടെ ഒരു സങ്കരത്വം എന്ന് പറയുന്ന ഹൈബ്രിഡിറ്റി എന്ന് പറയുന്ന ഒരു നോഷനുണ്ട്. അതായത് ഈ ബോർഡറിലാണ് സംഭവിക്കുന്നത്. ബോർഡറിന് 2 വശത്ത് നിന്നാൽ മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാരും ഒരു ഭാഷയിൽ നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ 2 ഭാഷയുടെ പരിസരം വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റുള്ളൂ. അതുപോലെ അടുത്തൊരെണ്ണമാണ് ബെന്യാമിൻ്റെ അതിജീവനം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒരു ഭാഷയുടെ ഒരു മരണാനന്തരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വിവർത്തനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ബെന്യാമിൻ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ വരുന്ന 2 കോൺസെപ്റ്റ്സ്, ഒന്ന് സ്പിവാക്കിൻ്റെ സബോൾട്ടേണിറ്റിയാണ്. പിന്നെ ഒരെണ്ണം പറയാവുന്നത് ഈ മാൽദീവിൻ്റെ ഇപ്പോൾ പുതിയ ഐഡിയ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. ഇതൊക്കെ പറഞ്ഞാൽ ശരി, മാഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് ഇവിടെ കേരളത്തിന് സ്വതന്ത്രമായിട്ട് ഒരു വിവർത്തന സമീപനം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാരണം പലരുടെയും തെറ്റിദ്ധാരണ കേരളത്തിന് മുമ്പ് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ധാരാളം വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഈ വിവർത്തനങ്ങൾ നമ്മൾ സ്വന്തമായ രീതിയിൽ, ഇത് എൻ്റെ സ്വന്തം സാധനമാണ്, അതിന് ഞാൻ എങ്ങനെ എടുത്ത് എനിക്ക് അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം. ഒരു വീട്ടമ്മ അടുക്കളയിലെ സാധനം എങ്ങോട്ട് വെക്കണമെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ മാവ് കുഴച്ചിട്ട് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കളയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കളയും എന്ന് പറയുന്നൊരവസ്ഥയിലാണ് പലപ്പോഴും കേരളത്തിലുണ്ടായിരുന്ന സാഹിത്യകാരന്മാർ അവരുടെ ഈ മൂലകൃതിയെ കണ്ടുകൊണ്ടിരുന്നത്. അവർക്കത് എങ്ങനെയും പരാവർത്തനം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ പല കൃതികളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ MT എഴുതി വന്നപ്പോൾ 2ാം ഊഴമായിട്ട് മഹാഭാരതം മാറിപ്പോകുന്നു. MTയുടെ സ്വാതന്ത്ര്യമാണ്, കാരണം ഇത് നമ്മുടെ കൃതിയാണ്. ഈ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ കേരളത്തിൽ ഇടപെടുമ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് ഒരു വെസ്റ്റേൺ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ്. വെസ്റ്റേൺ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് മിക്കവാറും എല്ലാം സംഭവിക്കുന്നത് മോണോ കൾച്ചറൽ മോണോലിംഗ്വൽ പരിസരത്ത് നിന്നിട്ടാണ്. ഒരു ഭാഷ, ഒരു സംസ്കാരം, അതിൻ്റെ പരിസരത്ത് നിന്നിട്ട് ഉണ്ടാകുന്ന തിയറികളിലാണ് നമ്മൾ നമ്മുടെ ഒരു മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വൽ ടെക്സ്റ്റിനെ എടുത്ത് അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നടന്നു വന്നാൽ ആൾക്കാർക്ക് ഭാഷ മനസ്സിലാവില്ല. പല മതങ്ങൾ, പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല ഭക്ഷണ രീതികൾ, പല വസ്ത്രധാരണ രീതികൾ എല്ലാം ഉള്ളൊരു സമൂഹമാണിത്. ഇതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ആൾക്കാർക്ക് എങ്ങനെ ഒരു വിവർത്തനത്തിലും ഇതേ രീതിയിലുള്ളൊരു സമീപനം നമുക്ക് എങ്ങനെ സാധ്യമാകും, അതിന് വേണമെന്നുള്ള ആദ്യത്തെ കാര്യം നമ്മളിതെല്ലാത്തിനും അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇംഗ്ലീഷുകാർ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി. നമുക്കത് മാറ്റാൻ പറ്റില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഈ സങ്കരത്വം ഇപ്പം തിരയിൽ പറഞ്ഞു വരുന്നതാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്യൂറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ നോക്കിയിട്ട് ഒരു ട്രാൻസ്ലേറ്റഡ് വർക്കിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എ റേപ്പ് എന്നാണ് പറഞ്ഞത്. ശരിയാണ്, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ആ കുട്ടിയുടെ അസ്തിത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് പ്യൂറായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ കുട്ടി അവിടെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ സംസ്കാരവും നമ്മുടെ പല കൃതികളും വിവർത്തന കൃതികളും ഇതുപോലെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇത് അംഗീകരിച്ചേ ഈ ഒരു റിയാലിറ്റിയെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ഒരു പരിപ്രേക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കും. ഇത് അക്കാഡമിയുടെ ജോലിയാണ്. ഇതാണ് പുതിയ തലമുറയിലെ കുട്ടികളുടെ ജോലി. താങ്ക് യു മാഷേ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അതിക്രമിച്ചത് കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നമുക്ക് സദസ്സിന് വേദിക്ക് പുറത്തായിട്ട് നടത്താമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് അവൈലബിൾ ആയിരിക്കും.
നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, സംവദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള വളരെ അക്കാഡമിക് ആവുകയും അതേസമയം സർഗാത്മകവുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് തന്നതിന് ഷെരീഫ് മാഷിനും ജോസഫ് മാഷിനും എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ ആർട്സ് കോളേജിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലും നന്ദി പറയുന്നു. ഇവിടെ സന്നിഹിതമായിട്ടുള്ള എല്ലാവർക്കും, എല്ലാ കേൾവിക്കാർക്കും നന്ദി.